അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 105 സങ്കീർത്തനം 8 വാക്യം നമുക്ക് വായിക്കാം. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഓർമ്മക്കുറവുള്ള അനേകം മനുഷ്യരും ദിവ്യത്വമുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യദൈവങ്ങളുമുള്ള ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു എന്ന്. ഈ വാക്യം സങ്കീർത്തനക്കാരൻ എടുത്തിരിക്കുന്നത് അഥവാ താൻ ഈ കാര്യം മനസ്സിലാക്കിയത് ന്യായപ്രമാണത്തിൽ നിന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പുറപ്പാട് പുസ്തകം 20 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലോ താഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. തൻ്റെ നിയമമാണ് പാപം ചെയ്യരുത്. അഥവാ മനുഷ്യൻ്റെ രൂപത്തിലോ മൃഗത്തിൻ്റെ രൂപത്തിലോ പക്ഷി, പാമ്പ് എന്നിവയുടെ രൂപത്തിലോ സ്വർഗത്തിലെ ഏതെങ്കിലും രൂപത്തിലോ വിഗ്രഹമുണ്ടാക്കുകയോ വിഗ്രഹത്തിലേക്ക് തിരിയുകയോ ചെയ്യരുത് എന്നത്. ഈ നിയമം ലംഘിച്ചാൽ അത് സ്വർഗത്തിലെ ദൈവത്തെ പകയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് നാം കേട്ട വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ ഉപദേശത്തേക്കാൾ സർപ്പം പറഞ്ഞ ഉപദേശം ഹവ്വ അനുസരിച്ചു എന്നതാണല്ലോ ആദാമും ഹവ്വായും ചെയ്ത പാപം. ആ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ ഇനി നാം മുൻപ് കേട്ട പാപങ്ങൾ ചെയ്താൽ അത് ദൈവത്തോട് ചെയ്യുന്ന കൊടിയ പാപമാണ് എന്ന് നാം ഓർക്കണം. നാം മരിച്ചു കഴിയുമ്പോഴേ നാം ചെയ്യുന്ന പാപത്തിൻ്റെ യഥാർത്ഥ ഭീകരത്വം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്താൽ നാം സാത്താൻ്റെ മക്കൾ ആയിത്തീരുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 34 വാക്യത്തിലും പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ് എന്ന് 1 യോഹന്നാൻ 3 അധ്യായം 8 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 23 വാക്യത്തിലും ഗന്ധകം കത്തുന്ന തീ പൊയ്കയാണ് 2ാം മരണമെന്ന് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 14-15 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ അനേകം പാപങ്ങൾ ചെയ്തു. ദൈവം അവർക്ക് പ്രവാചകന്മാരെ അയച്ച് അവരെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവർ തങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച പ്രവാചകന്മാരെ ചിലരെ കൊന്നു, ചിലരെ അടിച്ചു, ചിലരെ ഓടിച്ചു വിട്ടു. എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി പ്രവചിച്ചതുപോലെ തന്നെ അനുസരിക്കാതിരുന്ന ജനത്തെ ശത്രു രാജ്യങ്ങൾക്ക് വില വാങ്ങാതെ വിറ്റുകളഞ്ഞു. അങ്ങനെയാണ് യിരെമ്യാവിൻ്റെ കാലത്ത് ബാബേൽ ചക്രവർത്തി വന്ന് യഹൂദയിൽ നിന്ന് 3 പ്രാവശ്യമായി യഹൂദ ജനത്തെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. നൂറ്റാണ്ടുകളായി യഹോവ ജനത്തോട് പാപം ചെയ്യരുത്, പാപം ചെയ്താൽ ഞാൻ നിങ്ങൾ അന്യദേശത്തേക്ക് വിറ്റുകളയുമെന്ന് എന്ന വാണിംഗ് തൻ്റെ പ്രവാചകന്മാരിൽ കൂടി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ആ കാലത്തുണ്ടായിരുന്ന കള്ളപ്രവാചകന്മാർ യഥാർത്ഥ പ്രവാചകന്മാർ പറയുന്നതിന് എതിരെ പ്രവചിച്ചു. അവർ പ്രവചിച്ചത് നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല, നിങ്ങളെ ഒരു ശത്രുരാജ്യവും അടിമകളാക്കുകയില്ല, കാരണം യഹോവയായ ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്നായിരുന്നു. അവർ അത് ബാലിൻ്റെ ആത്മാവിൽ ബോഷ്കത്രേ പ്രവചിച്ചത്. വർഷങ്ങൾ പലത് കടന്നുപോയെങ്കിലും യഹോവയുടെ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്നെ ദൈവം ജനത്തെ ന്യായം വിധിച്ചു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിരുന്നപ്പോഴും ദൈവം മോശെ മുഖാന്തരം ജനത്തിന് അരുളപ്പാടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതിപ്രകാരമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം അവകാശമായി തരും എന്നായിരുന്നു വാഗ്ദാനം. ഇസ്രായേൽ മക്കളുടെ നോട്ടത്തിൽ സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത നന്മയായിരുന്നു അത്. അനേക യുദ്ധങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും യഹോവ അവർക്ക് വാക്ക് കൊടുത്തതുപോലെ കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരുവാൻ പോകുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തുമ്പോൾ അവിടെയുള്ള ദേശനിവാസികളെ നിങ്ങൾ കരുണ കൂടാതെ അവിടെ നിന്ന് നീക്കിക്കളയണം. കാരണം അവരുടെ പാപനിമിത്തം ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരോട് കരുണ കാണിക്കരുത്, അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കരുത്. എന്നാൽ
ഇസ്രയേൽ ജനം ദൈവത്തെ അനുസരിക്കാതെ കനാൻ ദേശത്തിലെ ജനങ്ങളുമായി ഒത്തുതീർപ്പുണ്ടാക്കി. കർത്താവ് പറഞ്ഞിരുന്നു, നിങ്ങൾ അവരോട് ഒത്തുതീർപ്പുണ്ടാക്കിയാൽ ഭാവിയിൽ അവർ നിങ്ങൾക്ക് കണ്ണിലെ കരടും വിലാപ്പുറത്തും മുള്ളും ആകും എന്ന്. അന്ന് യഹോവയുടെ വാക്ക് അവർ അനുസരിക്കാതിരിക്കുന്ന നിമിത്തം ഇന്നും ഇസ്രയേൽ മക്കൾ അവരുടെ നിമിത്തം നിലവിളിക്കുകയാണ്. ഇപ്പോഴും അവർ അതിന് നിമിത്തം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഒരു വാഗ്ദാനം തന്നാൽ എത്ര വർഷം കഴിഞ്ഞാലും അവനത് മറക്കാതെ നിവർത്തിക്കും. അതുപോലെ തന്നെ നാം ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും ദൈവം നമ്മുടെ തലമുറയെ ഓർത്ത് അനുഗ്രഹിക്കുന്നവനാണ്. ദാവീദിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ്, നിന്റെ സിംഹാസനത്തിലിരിപ്പാൻ നിനക്കൊരു പുരുഷനില്ലാതെ വരികയില്ല എന്നത്. തൻ്റെ മകനായ ശലോമോൻ ദാവീദിന് ശേഷം 40 വർഷം ഇസ്രയേലിൽ രാജാവായി വാണു. ശലോമോൻ വലിയ പാപം ദൈവത്തോട് ചെയ്തതിനാൽ അവൻ്റെ മകനായ രഹബയാമിൽ നിന്ന് 10 ഗോത്രം ദൈവം ശലോമോൻ്റെ പ്രതിയോഗിയായ യൊരോബയാമിനെ കൊടുത്തു. തലമുറകൾ പലത് കടന്നുപോയി. ദാവീദിൻ്റെ സന്തതി പരമ്പരകളിൽ നിന്നും ജനിച്ച് യഹൂദ രാജാവായി തീർന്ന യഹോശഫാത്ത് ആഹാബുമായി സംബന്ധം കൂടി. ആഹാബ് ഇസ്രയേൽ രാജാവും അവൻ്റെ ഭാര്യ ഇസബേലുമായിരുന്നു. ഇരുവരും ബാലിനെ ആരാധിക്കുന്നവരായിരുന്നു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനായിരുന്നു. എന്നാൽ യഹോശഫാത്ത് ദൈവത്തെ ആരാധിക്കുന്ന യഹൂദ രാജാവായിരുന്നു. യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാമിനെ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകളായ അദല്യയെ ഭാര്യയായി സ്വീകരിച്ചു. ഇവരുടെ മകനായി അഹസ്യാവ് ജനിച്ചു. യഹോരാം നിദ്ര പ്രാപിച്ചപ്പോൾ അവൻ്റെ മകനായ അഹസ്യാവ് രാജാവായി യഹൂദായിൽ വാണു. എന്നാൽ യഹോവയുടെ ആലോചന പ്രകാരം യേഹു അഹസ്യാവിനെ വെട്ടിക്കൊന്നുകളഞ്ഞു. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സന്തതികളിൽ നിന്നും ജനിച്ച യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാമിൻ്റെയും ഇസബേലിൻ്റെ മകളായ അദല്യയുടെയും മകനായിരുന്നു യഹൂദ രാജാവായ അഹസ്യാവ്. അഹസ്യാവിൻ്റെ അമ്മയായ അദല്യ തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അദല്യയുടെ മകൻ്റെ എല്ലാ മക്കളെയും അദല്യ കൊല്ലിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിനക്കൊരു മകൻ ഉണ്ടാകാതെ വരികയില്ല എന്ന് ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദാനം അഹസ്യാവിൻ്റെ മരണത്തോടൊപ്പം അദല്യ അഹസ്യാവിൻ്റെ മക്കളെയെല്ലാം കൊന്നപ്പോൾ നിവൃത്തിയാകാതെ പോകുമായിരുന്നു. എന്നാൽ ദൈവം ദാവീദിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്ത വാഗ്ദാനം ഓർത്ത് അഹസ്യാവിൻ്റെ സഹോദരിയായ യഹോശബയെ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ അതിലെ കാണാതെ ഒളിപ്പിച്ചു. ഈ സമയത്ത് യോവാശിന് ഉദ്ദേശം 1 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളൂ. 6 വർഷം യഹോശബ അവനെ ഒളിപ്പിച്ചു. അന്ന് ആലയത്തിൽ പുരോഹിതനായിരുന്ന യഹോയാദാ പുരോഹിതൻ ആ കുഞ്ഞിന് 7 വയസ്സായപ്പോൾ യഹൂദ രാജാവാക്കി അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ദാവീദിനോടുള്ള വാഗ്ദാനം ദൈവം മറന്നു പോകാതെ നിവർത്തിക്കുവാൻ അഹസ്യാവിൻ്റെ 1 വയസ്സുകാരനായ മകൻ യോവാശിനെ സംരക്ഷിക്കുവാനുള്ള ചുമതല യഹോശബ എന്ന അഹസ്യാവിൻ്റെ സഹോദരിയെ തന്നെ ദൈവം ഏൽപ്പിച്ചു. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കർത്താവ് ദൈവവചനത്തിൽ കൂടി അത് അനുസരിക്കുന്നവർക്കായി അനവധി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നാം ദൈവകൽപ്പനകൾ അനുസരിക്കുന്നുവെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ദൈവം തന്നിട്ടുള്ള വാഗ്ദാനം അവർ നിറവേറ്റുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം വെറുക്കുന്ന പാപം ചെയ്താൽ നിശ്ചയമായും ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കും എന്ന് നാം ഓർത്തിരിക്കണം. അത് 105-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. ദൈവം തൻ്റെ വചനം നിശ്ചയമായും ഓർക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനാവകാശികളായി തീരാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് അവനെ സ്നേഹിക്കാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് അവൻ്റെ സ്നേഹത്തിൽ വസിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ അറിയാതിരിക്കുന്നെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതനുസരിച്ച് ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ.
സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.